അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, ഞാൻ കേട്ടു, അല്ലെങ്കിൽ എന്നോട് അറിയിക്കപ്പെട്ടിരിക്കുന്നു, നീ എല്ലാ രാത്രികളിലും മുഴുവനായി നമസ്കരിക്കും എന്നും എല്ലാ ദിവസങ്ങളിലും നോമ്പ് പിടിക്കും എന്നും പറഞ്ഞതായിട്ട്, അല്ലെങ്കിൽ നീ അങ്ങനെ ചെയ്യുന്നതായിട്ട് ഇത് ശരിയാണോ? അപ്പം ഞാൻ മറുപടി പറഞ്ഞു, അതെ. അദ്ദേഹം പറഞ്ഞു, നീ അങ്ങനെ ചെയ്താൽ നിൻ്റെ കണ്ണുകൾ ക്ഷയിച്ചു പോവും, അല്ലെങ്കിൽ അതിൻ്റെ കഴിവ് കുറയും, കാഴ്ച കുറയും, നീ മടുക്കും, അപ്പോൾ ചിലപ്പോൾ ഈമാൻ തന്നെ കുറഞ്ഞു പോകും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നീ 3 ദിവസം ഒരു മാസത്തിൽ നോമ്പ് പിടിച്ചാൽ മതി, കാരണം അത് ഒരു കൊല്ലം മുഴുവൻ നോമ്പ് പിടിച്ചതിൻ്റെ കൂലി നിനക്ക് തരും. ഞാൻ പറഞ്ഞു, എനിക്ക് ഭയങ്കര കഴിവുണ്ട്, അതിൽ കൂടുതൽ നോമ്പ് പിടിക്കാൻ എനിക്ക് പറ്റും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നീ ദാവൂദ് അലൈഹി ഇസ്ലാമിൻ്റെ നോമ്പ് പിടിച്ചുകൊള്ളുക. അദ്ദേഹം ഒരു ദിവസം നോമ്പ് പിടിക്കാറുണ്ടായിരുന്നു, മറ്റേ ദിവസം നോമ്പ് പിടിക്കാതിരിക്കുമായിരുന്നു. അദ്ദേഹം ശത്രുവിനെ കണ്ടാൽ അവിടെ നിന്ന് ഭയന്ന് തിരിഞ്ഞ് ഓടാറില്ലായിരുന്നു. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ആരോഗ്യവും വേണം. മുസ്ലിങ്ങൾ എന്ന് പറയുന്ന എല്ലാവരും പട്ടാളക്കാരായിട്ടാണ് ജീവിക്കേണ്ടത് നിയമമനുസരിച്ച്. കാരണം എപ്പോൾ രാജ്യത്തിന് ആവശ്യം വന്നാലും ആ രാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യണം. അത് മുസ്ലിങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ടാണ് സ്വന്തം രാജ്യത്തെ സംരക്ഷിക്കുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടൊക്കെ ഈ പറയുന്ന പോലെ ശത്രുവിനെ കണ്ടാൽ തിരിഞ്ഞോടുന്ന അവസ്ഥയിൽ അവരത് വാളെടുത്ത് പൊങ്ങാതെ നോമ്പ് പിടിച്ച് ചാവും പോലെ ജീവിച്ചിട്ട് കാര്യമല്ലോ, ഉറക്കം തൂങ്ങി കണ്ണും കുഴിഞ്ഞ് അങ്ങനെ പാടില്ല എന്നാണ് പറയുന്നത്. നോമ്പ് കാലത്ത് പോലും കണ്ടാൽ നോമ്പുകാരനാണെന്ന് തോന്നാത്ത രീതിയിൽ നടക്കണം എന്നാണ് പല ഇമാമിങ്ങളും പറയുന്നത്. അൻ അബ്ദുല്ലാഹി ഇബ്നു അംറിൻ ഇബ്നുൽ ആസ് ഖാല ഖാല ലിന്നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലം ഉനബ്ബഉ അന്നക തഖൂമുൽ ലൈല വതസൂമുൻ നഹാർ ഫഖുൽതു നഅം ഫഖാല ഫഇന്നക إذا فعلت ذلك حجمت العين ونفحت النفس صم من كل شهر 3 أيام فذلك صوم الدهر أو كصوم الدهر. قلت إني أجدني قال مسعر يعني قوة. قال فصم صوم داود عليه السلام وكان يصوم يوما ويفطر يوما ولا يفر إذا لاقى. അള്ളാഹുവിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ അള്ളാഹു സ്നേഹിക്കുന്ന നമസ്കാരം എന്ന് പറയുന്നത് പ്രവാചകൻ ദാവൂദിൻ്റെ നമസ്കാരമാകുന്നു. ഡേവിഡ് ഇംഗ്ലീഷിൽ. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെടുന്ന നോമ്പ് എന്ന് പറയുന്നത് പ്രവാചകൻ ദാവൂദിൻ്റെ നോമ്പാകുന്നു. അദ്ദേഹം രാത്രിയുടെ ആദ്യ പകുതിയിൽ ഉറങ്ങാറുണ്ടായിരുന്നു, എന്നിട്ട് രാത്രിയുടെ ബാക്കിയുള്ള 1/3 ഭാഗം നിസ്കരിക്കാറുണ്ടായിരുന്നു. പിന്നീടുള്ള 1/6 ഭാഗം അദ്ദേഹം ഉറങ്ങാറുണ്ടായിരുന്നു. ഒന്നിടവിട്ട പകലുകളിൽ അദ്ദേഹം നോമ്പ് പിടിക്കാറുണ്ടായിരുന്നു. ആയിഷ പറയുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ വീട്ടിലായിരുന്നപ്പോൾ അദ്ദേഹം കിടന്ന് ഉറങ്ങി. ഖിയാമുൽ ലൈലിന് ശേഷം, രാത്രി നമസ്കാരത്തിന് ശേഷം അദ്ദേഹം കിടന്ന് ഉറങ്ങി. അതായത് സുബഹിക്ക് മുമ്പ് രാത്രി നമസ്കാരം കഴിഞ്ഞു സുബഹിയാവുന്നവരെ കുറച്ച് നേരം കൂടെ ഉറങ്ങുന്നത്. അഹബ്ബു സ്വലാത്തി ഇലല്ലാഹ് സ്വലാത്തു ദാവൂദ് വഅഹബ്ബു സിയാമി ഇലല്ലാഹ് സിയാമു ദാവൂദ്. കാന യനാമു നിസ്ഫൽ ലൈലി വയഖൂമു സുലുസു വയനാമു സുദ്സഹു വയസൂമു യൗമൻ വയഫ്തിറു യൗമ. ഖൗലു ആയിഷത മാ അലിഫു സഹറു ഇൻദി ഇല്ലാ നായിമ. അബ്ദുല്ലാഹ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നോമ്പ് പ്രവാചകൻ ദാവൂദിൻ്റെ നോമ്പാകുന്നു. അദ്ദേഹം ഒരു ദിവസം നോമ്പ് പിടിക്കുകയും പിറ്റേ ദിവസം നോമ്പ് പിടിക്കാതിരിക്കുകയും ചെയ്യുമായിരുന്നു. അതായത് ഒന്നിടവിട്ട ദിവസങ്ങളിലാണ് അദ്ദേഹം നോമ്പ് പിടിച്ചിരുന്നത്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നമസ്കാരം എന്ന് പറയുന്നത് ദാവൂദിൻ്റെ നമസ്കാരമായിരുന്നു. അദ്ദേഹം രാത്രിയുടെ ആദ്യ പകുതിയിൽ ഉറങ്ങുകയും 1/3 ഭാഗം നമസ്കരിക്കുകയും അതിനുശേഷമുള്ള ബാക്കി 1/6 ഭാഗം അദ്ദേഹം ഉറങ്ങുകയും ചെയ്യാറുണ്ടായിരുന്നു. സമയ അബ്ദുല്ലാഹി ഇബ്നു അംറിൻ ഖാല ഖാല ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹബ്ബു സിയാമി ഇലല്ലാഹ് സിയാമു ദാവൂദ് കാന യസൂമു യൗമൻ വയഫ്തിറു യൗമ വഅഹബ്ബു സ്വലാത്തി ഇലല്ലാഹ് സ്വലാത്തു ദാവൂദ് കാന യനാമു നിസ്ഫൽ ലൈലി വയഖൂമു സുലുസഹു വയനാമു സുദ്സഹു. അല്ലാഹു തആലയുടെ വചനം. എന്നിട്ട് ഓർക്കുക, നമ്മുടെ അടിമ ദാവൂദ് ശക്തിയോടെ നിലകൊണ്ടു. തീർച്ചയായും അദ്ദേഹം എപ്പോഴും എന്നിലേക്ക് തിരിച്ചു വരുന്നവനായിരുന്നു, അതായത് എപ്പോഴും അള്ളാഹുവിനെ ഓർക്കുന്ന ആളായിരുന്നു എല്ലാ കാര്യങ്ങളിലും. എന്നിട്ട് പശ്ചാത്തപിക്കുന്നവനായിരുന്നു, അതായത് അള്ളാഹുവിനോട് തൗബ ചെയ്യുന്നവനായിരുന്നു. ആയത്ത് അങ്ങനെ തുടരുന്നു. എന്നിട്ട് ശക്തമായ വിധി പറയുകയും സംസാരത്തിൽ തീർച്ച ഉള്ളതും ആയിരുന്നു, അതായത് പറയുന്ന വാക്കിന് ഉറപ്പുണ്ടായിരുന്നു, സംസാരത്തിൽ വ്യക്തതയും ഉണ്ടായിരുന്നു. 38 സൂറത്ത് 17 മുതൽ 20 വരെയുള്ള ആയത്തുകൾ.
മുജാഹിദ് വിശദീകരിക്കുന്നു, ഞാൻ ഇബ്നു അബ്ബാസിനോട് ചോദിച്ചു, സൂറത്ത് ഓതുമ്പോൾ സുജൂദ് ചെയ്യേണ്ടതുണ്ടോ? അവിടെ ആ സൂറത്ത് ഓതി ഇത് ഉൾപ്പെടെ. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ വംശപരമ്പരയിൽ ദാവൂദ്, സുലൈമാൻ ആയത്ത് അങ്ങനെ തുടർന്നു. അതുകൊണ്ട് അവരുടെ നേർമാർഗം അല്ലെങ്കിൽ വഴികാട്ടലിനെ പിന്തുടരുക. 6-ാമത്തെ സൂറത്ത് 84 മുതൽ 91 വരെയുള്ള ആയത്തുകൾ. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവരെ പിന്തുടരാൻ പറഞ്ഞ ആളുകളിൽ ഉള്ളതാകുന്നു, അതായത് പിന്നീട് വരുന്ന പ്രവാചകന്മാർ അതിൽപ്പെട്ടതാണ്. അൻ മുജാഹിദിൻ ഖാല ഖുൽതു ലിബ്നി അബ്ബാസിൻ അനസ്ജുദു ഫീ സ്വാദ് ഫഖറഅ വമിൻ ദുർരിയ്യതിഹി ദാവൂദ വസുലൈമാൻ ഹത്താ അതാ ഫബിഹുദാഹു മുഖ്തദിഹ് ഫഖാല നബിയുക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്മൻ ഉമിറ അൻ യഖ്തദിയ ബിഹിം. അതായത് ദാവൂദ് അലൈഹി ഇസ്ലാമും അദ്ദേഹത്തിൻ്റെ വംശപരമ്പരയും സുലൈമാനും എന്നൊക്കെ പറഞ്ഞിങ്ങനെ പോകുന്നതിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഉണ്ട്. അപ്പം നമ്മൾ റസൂലിനെ പിന്തുടരണം എന്നാണ് ഈ ആയത്ത് പറയുന്നത് എന്നാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അതിനെ വിശദീകരിക്കുന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, സൂറത്ത് സാദിൻ്റെ സുജൂദ് അത് നിർബന്ധമായ സുജൂദുകളിൽ പെട്ടതല്ല. ഖുർആനിൻ്റെ സുജൂദാണ് ഈ പറയുന്നത്. പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതുമ്പോൾ സുജൂദ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് സുന്നത്തായി. عن ابن عباس رضي الله عنهما قال ليس سعاد من عزائم السجود ورأيت النبي صلى الله عليه وسلم يسجد فيها. അല്ലാഹു തആലയുടെ വചനം, എന്നിട്ട് ദാവൂദിന് നാം സുലൈമാനെ കൊടുത്തു. അതായത് ഡേവിഡ് എന്ന് ഇംഗ്ലീഷിലും സോളമൻ എന്ന് ഇംഗ്ലീഷിലും പറയും. എത്ര മഹത്തായ അടിമ, അതായത് പുകഴ്ത്തുവാണ്. അല്ലാഹു ദാവൂദ് എന്ന് പറയുന്നത് ഭയങ്കര വലിയ സ്ഥാനമാണ്. അദ്ദേഹം എപ്പോഴും നമ്മിലേക്ക് തിരിച്ചു വരുന്നവനും എന്നോട് പശ്ചാത്തപിക്കുന്നവനും ആയിരുന്നു. 38-ാമത്തെ സൂറത്ത് 30-ാമത്തെ ആയത്ത്. ഖൗലുല്ലാഹി തആല وَوَهَبْنَا لِدَاوُودَ سُلَيْمَانَ نِعْمَ الْعَبْدُ إِنَّهُ أَوَّابٌ. സ്വാദ് 30. എന്നിട്ട് അവൻ്റെ വചനം, എന്നിട്ട് എനിക്ക് ഒരു രാജ്യം തരിക, അല്ലെങ്കിൽ അധികാരം, രാജാധികാരം തരിക, അത് എനിക്ക് ശേഷം ഇനി ഒരാൾക്കും കിട്ടുകയും ചെയ്യരുത്. 38-ാമത്തെ സൂറത്ത് 35-ാമത്തെ ആയത്ത്. അവൻ്റെ വചനം, അവർ പിന്തുടർന്നു പിശാചികൾ തെറ്റായ രീതിയിൽ മാജിക് മന്ത്രവാദമൊക്കെ എന്താണോ കൊടുത്തത് അത് സുലൈമാൻ്റെ ജീവിതകാലത്ത് തന്നെ നടന്നിരുന്നു. 2-ാമത്തെ സൂറത്ത് 102-ാമത്തെ ആയത്ത്. അവൻ്റെ വചനം, എന്നിട്ട് സുലൈമാന് നാം കീഴ്പ്പെടുത്തി കൊടുത്തു കാറ്റിനെ. അതായത് കാറ്റിനെ കൊണ്ട് അദ്ദേഹത്തിന് പണി ചെയ്യിപ്പിക്കാൻ പറ്റുമായിരുന്നു, അതായത് യാത്ര ചെയ്യുക എന്നുള്ളത്. അപ്പോൾ വിശദീകരണത്തിലൊക്കെ പഴയ പണ്ഡിതന്മാർ പറയുന്നത്, ഒരു പലക ഉണ്ടായിരുന്നു, അതിന് മുകളിൽ കയറി നിന്നാൽ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ആളുകളും കയറി നിൽക്കുമ്പോൾ കാറ്റ് അതിനെടുത്തുകൊണ്ട് പോകുമായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അതായത് പണ്ട് കാലത്തെ 100-200 കൊല്ലം മുമ്പുള്ള ആളുകളുടെ, അല്ലെങ്കിൽ 500 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള ആളുകളുടെ വിശദീകരണമാണ്. അപ്പോൾ അന്നത്തെ രീതിയിൽ അത് വിശദീകരിച്ചാൽ അത്രേ വിശദീകരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് നമ്മൾ അറബിക്കഥകൾ എന്നൊക്കെ പറയുന്ന 1001 രാവുകൾ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. അതിനകത്തൊക്കെ പറക്കുന്ന പരവതാനി, അലാവുദ്ദീനും അത്ഭുത വിളക്കും എന്നൊക്കെ പറയുന്നതിലുള്ള പറക്കുന്ന പരവതാനി ആണ് എന്ന് പറയുന്നവരുണ്ട്. അതായത് ഒരു പരവതാനി ഉണ്ട്, അത് കയറി അതിനോട് എന്ത് പറഞ്ഞാലും അത് നമ്മളെടുത്തുകൊണ്ട് അങ്ങ് പോവും. പക്ഷേ അള്ളാഹു പറയുന്നത് കാറ്റിനെ കീഴ്പ്പെടുത്തി കൊടുത്തു എന്നാണ്. അപ്പോൾ കാറ്റിനെ ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം യാത്ര ചെയ്തിരുന്നത് എന്നുള്ള ഉറപ്പാണ്. അദ്ദേഹത്തിന് കാറ്റെടുത്തുകൊണ്ട് പോകുമായിരുന്നു. അപ്പം നമുക്ക് വേണമെങ്കിൽ പലകയാണെന്ന് തന്നെ ഉദ്ദേശിക്കാം. അതായത് മുൻകാല പണ്ഡിതന്മാർ, അത്യാവശ്യം വലിയ പണ്ഡിതന്മാരുടെ കാര്യമാണ് നമ്മൾ പറയുന്നത്, മുഫസ്സിറുകളൊക്കെ അവരുടെ വിശദീകരണത്തിൽ അങ്ങനെയാണ്. ഇപ്പോൾ വേണമെങ്കിൽ സുലൈമാൻ അലി ഇസ്ലാമിന് ഒരു വിമാനമുണ്ടായിരുന്നു എന്നോ, അല്ലെങ്കിൽ വിമാനത്തിന് തത്തുല്യമായ എന്തോ ഒരു ടെക്നോളജി ഉപയോഗിച്ച് അദ്ദേഹത്തിനും പരിവാരങ്ങൾക്കും, അതായത് പട്ടാളക്കാരൊക്കെ യാത്ര ചെയ്യുന്നതെന്നാണ് പറയുന്നത്, അപ്പോൾ ചെറിയ ഐറ്റമൊന്നുമല്ല അത്, അതിൽ പോകാനുള്ള എന്തോ ഒരു മാർഗം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ലളിതമായിട്ട് ഊഹിക്കാം. അതിൻ്റെ രാവിലെ മുതൽ, അതായത് സൂര്യോദയം മുതൽ ഉച്ച വരെയുള്ള യാത്രാ ദൂരം എന്ന് പറയുന്നത് 1 മാസത്തെ യാത്രയായിരുന്നു. അതായത് 6 മണിക്ക് സൂര്യോദയമാണെന്നുണ്ടെങ്കിൽ 12 മണിക്ക് നട്ടുച്ചയായി. 6 മണിക്കൂർ കൊണ്ട് 1 മാസം കുതിരപ്പുറത്ത്, അന്നത്തെ സാധാരണ യാത്രാ രീതി എന്ന് പറയുന്നത് കുതിരയാണ്. 1 മാസം കൊണ്ട് കുതിരപ്പുറത്ത് യാത്ര ചെയ്യുന്ന ദൂരം വെറും 6 മണിക്കൂർ കൊണ്ട് പറ്റുമായിരുന്നു. അപ്പോൾ അതായത് വിമാനത്തിൻ്റെ വേഗതയായിരിക്കും, നമുക്ക് കൂട്ടി നോക്കാം. അതുപോലെ നട്ടുച്ച മുതൽ സൂര്യൻ തലയ്ക്ക് മുകളിൽ എത്തുന്നത് മുതൽ, അല്ലെങ്കിൽ ലുഹറിൻ്റെ സമയം മുതൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെ, അതായത് 12 മുതൽ 6 വരെ എന്ന് കൂട്ടാം, 6 മണിക്കൂർ. അതുകൊണ്ടും അദ്ദേഹത്തിന് 1 മാസം ദൂരം യാത്ര ചെയ്യാനുള്ള കഴിവുണ്ടായിരുന്നു. ഭയങ്കര ഒരു മോജിസത്താണത്. അതായത് ഒരു ദിവസം കൊണ്ട്, രാവിലെ സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെയുള്ള സമയം കൊണ്ട് അദ്ദേഹത്തിന് 2 മാസത്തെ ദൂരം യാത്ര ചെയ്യാൻ കഴിയുമായിരുന്നു. പിന്നെ
അദ്ദേഹത്തിന് ഒരു ഉരുകിയ ചെമ്പിൻ്റെ ഒരു അരുവി തന്നെ കൊടുത്തു. അത് മുഅ്ജിസത്താണ്. അന്നത്തെ രീതിയിൽ അതാണ്. എവിടെ നിന്ന് ഒരു സ്ഥലത്തുനിന്ന് ചെമ്പ് ഇങ്ങനെ ഉരുകി വന്നുകൊണ്ടിരിക്കുന്നു. അത് അദ്ദേഹത്തിന് എടുത്ത് ആവശ്യമുള്ള പാത്രങ്ങൾ പോലെ ഒക്കെ ഉണ്ടാക്കുകയോ ഒക്കെ ചെയ്യാം. അപ്പോൾ ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, അവരുടെ അതായത് ദാവൂദ് അലൈഹി ഇസ്ലാമിൻ്റെ കുലത്തൊഴിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതമാർഗം എന്ന് പറയുന്നത് ഇരുമ്പായിരുന്നു. ഇരുമ്പ് വളച്ച സാധനങ്ങൾ ഉണ്ടാക്കുക, പ്രത്യേകിച്ചും പടച്ചട്ട. ആദ്യമായി നല്ല രീതിയിൽ എഫക്റ്റീവായിട്ടുള്ള പടച്ചട്ട അല്ലെങ്കിൽ അന്നത്തെ ഒരു ശാസ്ത്രീയ കണ്ടുപിടുത്തം നടത്തിയത് ദാവൂദ് അലൈഹി ഇസ്ലാമായിരുന്നു. അതുപോലെ സുലൈമാൻ അലൈഹി ഇസ്ലാമിൻ്റെ കാലത്ത് വിമാനമോ അല്ലെങ്കിൽ അതിന് തത്തുല്യമായ ടെക്നോളജിയോ ഉണ്ടായിരുന്നു. അതുപോലെ അദ്ദേഹത്തിന് ചെമ്പ് കൊണ്ട് എന്ത് രൂപത്തിലും ഉണ്ടാക്കാനുള്ള കഴിവുണ്ടായിരുന്നു. അപ്പോൾ അതായത് ചെമ്പ് ഇങ്ങനെ ഉരുകി ഒഴുകി വരുമായിരുന്നു. അത് ഏത് രീതിയിൽ വേണമെങ്കിലും അതിനെ കോരി ഒഴിച്ചു വെച്ചിട്ട് പാത്രങ്ങൾ ഉണ്ടാക്കാമായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത് ജിന്നുകൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൺമുന്നിൽ അദ്ദേഹത്തിൻ്റെ കീഴിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അവർ അള്ളാഹുവിൻ്റെ ഉത്തരവ് പ്രകാരമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതായത് അദ്ദേഹത്തിൻ്റെ അടിമയായിട്ടോ ആരെങ്കിലും അദ്ദേഹത്തിൻ്റെ ഉത്തരവുകൾ അനുസരിക്കാതെ ഒളിച്ചോടുകയോ അല്ലെങ്കിൽ തിരിഞ്ഞു കളയുകയോ ചെയ്താൽ അവരെ നാം ഭയങ്കരമായി ശിക്ഷിക്കുകയും ആളിക്കത്തുന്ന തീയിൽ ഇടുകയും വേദന അനുഭവിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ അള്ളാഹു അവിടെ നിന്ന് നിർബന്ധിച്ച് അടിമപ്പണി ചെയ്യിപ്പിക്കുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് ജിന്നുകളൊന്നും മുസ്ലിങ്ങളല്ല, ആ മുസ്ലിങ്ങളായ അനുസരണയില്ലാത്ത ജിന്നുകളാണ്. അവർ അദ്ദേഹത്തിന് വേണ്ടി ജോലി ചെയ്തിരുന്നു. അദ്ദേഹം എന്തൊക്കെയാണോ ആഗ്രഹിച്ചത് അവ എല്ലാം. അതായത് ഭയങ്കര പൊക്കമുള്ള മുറികൾ കെട്ടുക. നമ്മൾ പറഞ്ഞ 2 നിലയുള്ള ഒറ്റ മുറി എന്നൊക്കെ പറയുമ്പോൾ അതൊരു വലിയ കാര്യമാണ് നമുക്കെപ്പോഴും. അപ്പോൾ വലിയ ഹാള് പൊക്കമുള്ളത്, അതുപോലത്തെ കെട്ടിടങ്ങൾ പണിയുക, പാത്രങ്ങൾ ഉണ്ടാക്കുക, തടാക സമാനമായ പാത്രങ്ങൾ, അവയെ ഒരു സ്ഥലത്ത് സ്ഥിരമായി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ചുവന്നുകൊണ്ടിരിക്കാനൊന്നും പറ്റില്ല, അത്ര വലിയ പാത്രങ്ങൾ ഉണ്ടാക്കുക. ദാവൂദിൻ്റെ കുടുംബമേ നന്ദി പ്രവർത്തിക്കുക. യമലു ആല ദാവൂദ് എന്നാണ് പറയുന്നത്. അതായത് ദാവൂദിൻ്റെ കുടുംബത്തിനോട് അള്ളാഹു ഉത്തരവ് കൊടുക്കുകയാണ് നന്ദി പ്രവർത്തിക്കുക എന്ന്. നന്ദി കാണിക്കുക, നന്ദി പറയുക എന്നൊക്കെയാണ് നമുക്കറിയുള്ളൂ. നന്ദി പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ നോമ്പ് പിടിക്കുക, സക്കാത്ത് കൊടുക്കുക, സദക്ക കൊടുക്കുക, അതുപോലെ നിസ്കരിക്കുക. അപ്പോൾ അതായത് അള്ളാഹു പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് അതുമാത്രം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതാണ് നന്ദി പ്രവർത്തിക്കുക എന്ന് പറയുന്നത്. അത്ര വലിയ താക്കീത് അല്ലെങ്കിൽ ഉത്തരവാദിത്തമായിരുന്നു അദ്ദേഹത്തിന് മേളിൽ അള്ളാഹു കൊടുത്തിരുന്നത്. പക്ഷേ നമ്മുടെ അടിമകളിൽ വളരെ കുറച്ച് പേർ മാത്രമേ നന്ദി ഉള്ളവർ ഉള്ളൂ. എന്നിട്ട് നാം അദ്ദേഹത്തിന് മരണം വിധിച്ചപ്പോൾ, അതായത് സുലൈമാന്, ജിന്നുകളെ അത് ആരും അറിയിച്ചു കൊടുത്തില്ല അദ്ദേഹത്തിൻ്റെ മരണത്തെപ്പറ്റി. പക്ഷേ ഒരു ഭൂമിയിലുള്ള നിസ്സാരനായ വളരെ ചെറിയ ഒരു കീടത്തിന് ഒഴികെ അത് അദ്ദേഹത്തിൻ്റെ വടിയെ ചെറുതായി ഇങ്ങനെ തിന്നുകൊണ്ടിരുന്നു. അദ്ദേഹം അവസാനം വീണു. സുലൈമാൻ അലൈഹി ഇസ്ലാം അദ്ദേഹത്തിൻ്റെ സിംഹാസനത്തിലോ അല്ലെങ്കിൽ കെട്ടിടത്തിലെവിടെയോ കസേരയിൽ ഇരിക്കുന്നു. ഊന്നുവടിയിൽ ചാരിയാണ് ഇരിക്കുന്നത്. അദ്ദേഹം അങ്ങനെ ഇരിക്കുന്ന ഇരിപ്പിൽ മരിച്ചുപോയി. ജിന്നുകൾ അദ്ദേഹത്തിൻ്റെ കൺമുന്നിൽ പണിയെടുക്കുന്നുണ്ടായിരുന്നു, അടിമപ്പണി. പക്ഷെ അവർക്ക് മരണം അറിയാൻ കഴിഞ്ഞില്ല. അപ്പോൾ അള്ളാഹ് തന്നെ പറയുകയാണ്, ജിന്നുകൾക്ക് രഹസ്യ കാര്യങ്ങളൊന്നും അറിയില്ല, വെറുതെ പറയുന്നതാണ്. തൊട്ട് മുമ്പിൽ ഒരാൾ മരിച്ചിരിക്കുന്നത് കണ്ടില്ല, ആ ഒരു ജീവി ഒഴുകിയാണ്. അപ്പോൾ അതായത് ഒരു കൃമി അല്ലെങ്കിൽ ഒരു കീടം, ശരിക്കും പറഞ്ഞാൽ ചെതലാണ് എന്ന് പറയുന്നു. അപ്പോൾ അത് ആ വടി ഇങ്ങനെ തിന്നുകൊണ്ടിരുന്നു. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരൊറ്റ ചിതലാണ് അവിടെ വന്നത്. കൂടുതൽ ചെതലും ആവാം അല്ലാഹുവാലും. എന്നിട്ട് ആ വടി പൊള്ളയായിപ്പോയി, അതിന് വെയിറ്റ് താങ്ങാൻ പറ്റാതെ ആയപ്പോൾ. നബിമാർ മരിച്ചാലും ശരീരം ഭൂമിക്ക് തിന്നാൻ പറ്റില്ല, ഹറാമാണ്. അപ്പോൾ അതായത് മരിച്ച സമയത്ത് എങ്ങനെയാണോ ഉള്ളത് അതുപോലെ തന്നെ ആയിരിക്കും അവരുടെ ശരീരം ലോകാവസാനം വരെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ മാറ്റമൊന്നും വരുന്നില്ല. വടി ദ്രവിച്ച് വെയിറ്റ് താങ്ങാൻ പറ്റാതെ ഒടിഞ്ഞ് താഴെ വീണു. അപ്പോൾ സുലൈമാൻ അലൈഹി ഇസ്ലാം താഴേക്ക് വീണു. അതുവരെ ജിന്നുകൾക്ക് മനസ്സിലായിരുന്നില്ല. അങ്ങനെ ആയത്ത് തുടരുന്നു. വളരെ മോശമായ അല്ലെങ്കിൽ നാണം കെടുത്തുന്ന ശിക്ഷ അവരെ അനുഭവിച്ചുകൊണ്ടിരുന്നത് വളരെ നാണം കെടുത്തുന്ന ശിക്ഷയായിരുന്നു. 34-ാമത്തെ സൂറത്ത് 12 മുതൽ 14 വരെയുള്ള ആയത്തുകൾ. വഖൗലുഹു വഹബ്ലി മുൽക്കൻ ലാ യംബഗി ലിഅഹദിൻ മിൻ ബഅദി. സ്വാദ് 30. വഖൗലുഹു വത്തബഉ മാ തത്ലു ശയാത്തീന അലാ മുൽക്കി സുലൈമാൻ. അൽ ബഖറ 102. ولسليمان الريح غدوها شهر ورواحها شهر وأسلنا له العين القطر وضربنا له عين الحديد ومن الجن من يعمل بين يديه بإذن ربه ومن يزغ منهم عن أمرنا نذقه من عذاب السعير يعملون له ما يشاء من محاريب وقدر الراسيات اعملوا آل داود شكرا وقليل من عبادي
الشكور فلما قضينا عليك الموت ما دلهم على موته إلا دابة الأرض تأكل من سأته عصاه فلما خر إلى قوله في العذاب المهين. അള്ളാഹു എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി അറിയുന്നു. നിങ്ങളിത് കാണുക, ഖുർആൻ പഠിക്കുക, എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ബാറക്കല്ലാഹു ലി വലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.